കോഴിക്കോട് കൊയിലാണ്ടിയിൽ കെട്ടിടം പൊളിക്കുന്നതിനിടെ ചുമര് മറിഞ്ഞു വീണ് രണ്ടുപേർ ഉള്ളിൽ കുടുങ്ങി. അസം സ്വദേശി പ്രശാന്ത്, കൊയിലാണ്ടി സ്വദേശി അരുൺ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. രണ്ടുപേരെയും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഇവരുടെ ആരോഗ്യനില ഏത് രീതിയിലാണ്? ഓക്കെ അല്ലേ? വിനിഷ, കൊയിലാണ്ടി താഴങ്ങാടിയിലാണ് ഈ അപകടം ഉണ്ടായത്. നിയാസ് എന്ന വ്യക്തിയുടെ പഴയ കെട്ടിടമായിരുന്നു. അത് പൊളിച്ചു നീക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. അതിന്റെ ചുമര് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. രണ്ടുപേരാണ് അപകടത്തിൽ പരിക്കുപറ്റിയിരിക്കുന്നത്. രണ്ടുപേരും അതിന് അകത്ത് പെട്ടുപോകുകയായിരുന്നു. അസം സ്വദേശിയായിട്ടുള്ള പ്രശാന്ത്, അതുപോലെ കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള അരുൺ എന്നിവരാണ് അതിനകത്ത് കുടുങ്ങിപ്പോയത്. അവരുടെ നിലവിളി കേട്ട് നാട്ടുകാരെത്തിക്കൊണ്ട് രണ്ടുപേരെയും പുറത്തെടുത്തു. ഒപ്പം തന്നെ കൊയിലാണ്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിരുന്നു. ഫയർഫോഴ്സിന്റെ ആംബുലൻസിലാണ് രണ്ടുപേരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിൽ അസം സ്വദേശിയായിട്ടുള്ള പ്രശാന്തിന്റെ നില ഗുരുതരമാണ് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഈ കല്ലും അതുപോലെ തന്നെ മണ്ണുമൊക്കെ മരങ്ങളുമൊക്കെ തന്നെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ തലയ്ക്കും അതുപോലെ തന്നെ വയറിന്റെ ഭാഗത്തും സാരമായി പരിക്കുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം അരുണിന് സാരമായി പരിക്കില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. രണ്ടുപേരെയും ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിനീഷ.